ഓരോ ദിവസവും അഫ്ഫാനെക്കുറിച്ചുള്ള ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് അഫ്ഫാൻ്റെ ഉമ്മയെക്കുറിച്ച്. ഉമ്മയാണെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ബോധം വന്നിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും മക്കളെക്കുറിച്ചോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഡോക്ടറെയൊക്കെ അനുവാദം വാങ്ങിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതേ കണക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറയാൻ പോയത്. ആദ്യമേ ഉമ്മ വിചാരിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കുഴപ്പവും കാര്യങ്ങളും ഒന്നുമില്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷമാണ് കാര്യങ്ങൾ പതുക്കെ അറിയാൻ തുടങ്ങിയത്, പറയാൻ തുടങ്ങിയത്. ആദ്യമേ അറിഞ്ഞത് ഇളയ മോൻ്റെ കാര്യമാണ്. ഇളയ മോൻ മരിച്ചു എന്നറിഞ്ഞത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, കോൺഷ്യസ് ആവുകയും ഭയങ്കരമായിട്ട് ബോധം കെട്ട് വീഴുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയാൻ നിൽക്കാതെ അത്രത്തോളം നിർത്തുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതാരാണ് ഈ ഒരു കൊന്നതെന്നോ, അതായത് അഫ്ഫാനാണ് കൊന്നതെന്ന് ഈ ഒരു ഉമ്മയെടുത്ത് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് അഫ്ഫാനെ കാണണമെന്ന് ഈ ഒരു ഉമ്മ തന്നെ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കാണിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഇവനാണ് എല്ലാവരും ബാക്കിയുള്ളവരെയും കൊന്നു എന്നുള്ള കാര്യങ്ങളോ ഒന്നും ഉമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഇനി ക്രിട്ടിക്കലിലേക്കാവും എന്നുള്ളൊരു രീതി കൊണ്ടാണ് ഉമ്മയെടുത്തൊന്നും പറയാഞ്ഞത്. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉമ്മ നേരെ വീട്ടിലേക്ക് വരാനാണ് പോകുന്നത്. എന്നിരുന്നാൽ പോലും എപ്പോഴായാലും ഈ ഒരു സത്യങ്ങൾ അറിയണം. ഈ ഒരു ഇളയ മോൻ്റെ മാത്രമല്ല, ഇവൻ കൊന്നവരുടെ കാര്യം, അതുപോലെ തന്നെ ഇവ ഇപ്പോൾ ജയിലിലാണെന്നുള്ള കാര്യം, ഇങ്ങനത്തെ കുറേ അധികം കാര്യങ്ങൾ അറിയാനുണ്ട്. ഇനിയിപ്പോൾ നാട്ടിൽ എന്തൊക്കെയാണ് അവനെപ്പറ്റി പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മെയിനായിട്ട് കുറേ അധികം പേര് പറയുന്ന ഈ ഒരു ഉമ്മയൊക്കെ കാരണമാണ് ഇവൻ ഇത്രയും നശിച്ചതെന്ന്. കാരണം ഇത്രയും ഭയങ്കരമായിട്ട് ആഡംബരമായിട്ട് ജീവിക്കാൻ വേണ്ടി കടം വാങ്ങുക, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നെങ്കിൽ ഈ ഒരു ലെവൽ വരെ എത്തത്തില്ലായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അതിൽ കുറച്ചധികം ശരിയുണ്ട്. ഉമ്മയൊക്കെ ഇവനെ പറഞ്ഞ് കുറച്ച് തിരുത്തിയിരുന്നെങ്കിൽ ഇതൊന്നും ഇത്രയും ദൂരത്തിലെത്തത്തില്ലായിരുന്നു. കാരണം എല്ലാവരെയും കൊല്ലാൻ ഇവൻ ശ്രമിക്കുകയാണ് ചെയ്തിരുന്നത്. ഉമ്മാനെ കൊല്ലാൻ ശ്രമിച്ചു, സ്വന്തം അനിയനെ കൊന്നു, കാമുകിയെ കൊന്നു, മാമാനെ, മാമിയെ, അമ്മുമ്മ എല്ലാവരെയും കൊന്നു. ഇത്രമാത്രം എത്തിയതെല്ലാം കാരണം ഈ ഒരു കടത്തിൻ്റെ എല്ലാം കാരണം, ഇതിലേക്കല്ല എത്തിച്ചത് ഇവൻ്റെയൊക്കെ എന്താ പറയുക, ഇവൻ ഇത്രമാത്രം ചിലവഴിക്കാൻ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവൻ ഈ വന്ന് ശീലിച്ച് വന്ന കാര്യങ്ങൾ ഇവൻ അധികമായിട്ട് ചിലവാക്കുന്നു. അതിനാവും ഉമ്മയൊന്നും വഴക്കോ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇങ്ങനെ ചിലവഴിക്കാൻ വേണ്ടി കടം വാങ്ങുക, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇതാണ് ഇത്രയും ലെവലിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഉമ്മയ്ക്കെതിരെ, ഉമ്മയാണ് ഇവനെ നശിപ്പിച്ചത്. ഇവനെ നല്ല രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ, നല്ല രീതിയിൽ നോക്കിയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ ഉമ്മയ്ക്കെതിരെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇനി പറഞ്ഞിട്ട് എന്താണ് കാര്യം? എത്ര പേരുടെ ജീവനാണ് ഇപ്പം നഷ്ടപ്പെട്ടിരുന്നത്, എത്ര പേരുടെ ജീവൻ. സോ ഇതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അവൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ ചിലവാക്കാൻ ഇതിനൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ദൂർത്തടിക്കുന്നതിന്, ഇങ്ങനത്തുള്ള ആഡംബര ജീവിതം എന്നൊക്കെ പറഞ്ഞ് ദിവസവും ഇതൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് അവനെയൊന്നും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. ഇപ്പം ആ ഒരു കുടുംബം തന്നെ മൊത്തം നാശമായിപ്പോയെന്ന് പറയാം. ആ ഒരു കുടുംബത്തിൽ ഇനി ആരാ ഉള്ളത്? ഈ ഒരു ഉമ്മയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ ഈ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഇനി അവർ മുമ്പോട്ടുള്ള ജീവിതത്തിൽ എന്തുമാത്രം ഒരു മോൻ മരിച്ചു, ഇപ്പം രണ്ടാമത്തെ മകനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇപ്പം ജയിലിലാണ്. അവൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഇപ്പം ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഈ ഒരു ഒറ്റ കാരണം, കടം വാങ്ങുന്നതും അത് ഈ ദൂർത്തൊക്കെ കാരണമല്ലേ. ഇത് ചെയ്യാതിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലെന്നാണ് ആൾക്കാരിപ്പം പറയുന്നത്.